ഞാൻ പറയും എനിക്കെതിരൊരു വീഡിയോ ഉണ്ടായിരുന്നില്ല. ഞാനിങ്ങനെ മാതാവിൻ്റെ ആൾക്കാർ തരുന്ന അപേക്ഷയും സങ്കടമൊക്കെ മാതാവിൻ്റെ രൂപത്തിനടുത്ത് മുമ്പ് കൊണ്ട് പ്രാർത്ഥിക്കും. അപ്പോൾ ഒരുത്തനത് കണ്ടിട്ട് പറയുന്നത് വിഗ്രഹാരാധന എന്ത് നോൺസെൻസാണെന്നറിയാമോ. അതായത് നമ്മളെ സംബന്ധിച്ചത് ഇതുപോലുള്ള തിരുസ്വരൂപങ്ങളൊക്കെ മാതാവിൻ്റെ ഒരു സാന്നിധ്യത്തിൻ്റെ അടയാളമാണ്. ആ അടയാളത്തിൽ നമ്മളിത് കൊണ്ട് സമർപ്പിച്ച് കഴിയുമ്പോൾ ശരിക്കും മനസ്സുകൊണ്ട് നമ്മൾ യഥാർത്ഥ മാതൃത്തിന് സന്നിധിയായി സമർപ്പിക്കുന്നത്. അതിനൊരു പ്രതീകം മാത്രമാണ് ഇതൊക്കെ. പക്ഷേ അത് ആ എക്സ്പ്രഷൻസ് ഓഫ് ലവ് ഇല്ലേ, അത് പല തരമാണ് ശരിക്കും. ഇപ്പം നമ്മൾ എന്തുകൊണ്ടാണ് വചനം എടുത്ത് കിസ് ചെയ്യണത്? അത് കർത്താവിൻ്റെ വചനവും കർത്താവിനെ പോലെ തന്നെ വിലയുള്ളതും ആണ്. അപ്പം അതുപോലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് നമ്മൾ ചെയ്യണമെങ്കിലും അത് അതീവ സ്നേഹത്തോടെ ചെയ്യണം. അപ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ കുറേ നാൾ സ്നേഹപ്രവർത്തികൾ ഇങ്ങനെ കൂടി വരുമ്പോൾ ദൈവം നമ്മളെ ജോൺ പോൾ മാർപ്പാപ്പയൊക്കെ ഇന്നത്തെ രീതിയിൽ എത്താൻ കഴിയും. അന്ന് അദ്ദേഹം വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പയാണ്. കാര്യം ഈ മദറിലൂടെയാണ് അവരെത്തുന്നത്. അദ്ദേഹത്തിൻ്റെ 9ാമത്തെ വയസ്സിൽ സ്വന്തം അമ്മ മരിച്ചുപോയി. പിന്നീട് 9ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് തൊട്ട് എല്ലാ കാര്യങ്ങളിലും പിന്നെ അമ്മയുടെ അടുത്തൊരു കാര്യം ചോദിക്കണമെങ്കിൽ ക്രോക്കോയിൽ വന്ന് ഇടവകപ്പള്ളി വന്നിട്ട് ദേവാലയത്തിൽ അപ്പം കാണിച്ചിരിക്കുന്ന സ്വന്തം അമ്മ മരിച്ചു പോയപ്പോൾ ദേവമാതാവിനാണ് കാണിച്ചു കൊടുത്തത്. പിന്നെ ദേവമാതാവിനോടെല്ലാം പറഞ്ഞ് അവസാനം അതൊരു ബന്ധമായി മാറി. എനിക്കുള്ളത് നമ്മുടെ ദൈവകാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് റിലേഷൻ സ്ഥാപിക്കാൻ പറ്റിയ ഒരാൾ അമ്മയാണ്. അമ്മയായിട്ട് റിലേഷൻ സ്ഥാപിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഈശോയുമായിട്ട് റിലേഷൻസ് വരും.